മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. മഹാത്മാഗാന്ധിയെ ലോകമറിയാൻ തുടങ്ങിയത് ഗാന്ധി സിനിമയ്ക്ക് ശേഷമാണത്രേ. ഇത്തരം പമ്പര വിഡിത്തരങ്ങൾ പറയുന്നത് മറ്റാരുമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഗാന്ധി കറകളഞ്ഞ മതേതരവാദി, അടിയുറച്ച മതവിശ്വാസി. ഗാന്ധിയുടെ രാമൻ സഹിഷ്ണുതയുടെ രാമൻ. ഗാന്ധിയുടെ രാമൻ മോദിയുടെ രാഷ്ട്രീയ രാമനല്ല. അഹിംസാ മാർഗത്തിലൂടെ പിറന്ന മണ്ണിനു വേണ്ടി ഗാന്ധി സമരം ചെയ്തു. ജനകൂടികളെ ഒപ്പം നിർത്തി. കഠിനമായ ജയിൽവാസങ്ങൾ, ബ്രിട്ടീഷ് പോലീസിന്റെയും പട്ടാളത്തിന്റെയും ക്രൂരമായ മർദ്ദനങ്ങൾ, ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ച് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിൽ മുൻനിരയിൽ നിന്ന് നയിച്ചത് ഗാന്ധിയാണ്. അങ്ങനെയുള്ള ഗാന്ധിയെക്കുറിച്ചാണ് മോദിയുടെ അധിക്ഷേപം. मुझे बताइए, दुनिया में महात्मा गांधी एक बहुत बड़े महान आत्मा थे। क्या इस 75 साल में हमारी जिम्मेवारी नहीं थी क्या कि पूरी दुनिया महात्मा गांधी को जाने? कोई नहीं जानता, माफ करना मुझे। पहली बार जब गांधी फिल्म बनी तब दुनिया में क्यूरियोसिटी हुई, अच्छा ये क्या कौन है? വിജ്ഞാനം, സാമാന്യയുക്തി, പുരോഗമനപരവും മതേതരവുമായ ചിന്ത, ഇതൊന്നും സംഘപരിവാറിന് ആവശ്യമില്ല. മതവും വർഗീയതയും മാത്രം മതി. ഗാന്ധിയെ ഇകഴ്ത്തിക്കാട്ടുന്ന മോദിയുടെ ആരാധ്യ പുരുഷൻ എക്കാലത്തും വി.ഡി. സവർക്കറായിരുന്നു. 1913 നവംബർ 14 ആൻഡമാനിലെ സിലുലാർ ജയിലിൽ നിന്ന് വി.ഡി. സവർക്കർ ബ്രിട്ടീഷ് സർക്കാരിന് ഒരു കത്തയച്ചു. ദയതോന്നി എന്നെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം. എന്നെ മോചിപ്പിച്ചാൽ ബ്രിട്ടീഷുകാരോട് വിധേയത്വമുള്ളവനായി ഞാൻ പ്രവർത്തിക്കും. വഴിതെറ്റിപ്പോയ ചെറുപ്പക്കാരെ ഞാൻ ശരിയായ ദിശയിൽ നയിക്കും. ഗാന്ധിയെ അവഹേളിക്കുന്ന മോദിയുടെ മറ്റൊരു ആരാധ്യ പുരുഷൻ ഗോൾവാൾക്കർ ആയിരുന്നു. വിചാരധാര, RSSന്റെ രണ്ടാം സർസംഘചാലക് ഗോൾവാൾക്കർ രചിച്ച ഗ്രന്ഥമാണ് വിചാരധാര, സംഘപരിവാറിന്റെ ഔദ്യോഗിക ഗ്രന്ഥം. ആരാണ് RSSന്റെ ശത്രുക്കൾ? ഇതാണ് ഉത്തരം. രാജ്യത്തെ ഹിന്ദുക്കൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് സമയം കളയരുത്. യഥാർത്ഥ ശത്രുക്കൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. 5 times Mahatma Gandhi was nominated for the Nobel Peace Prize. For the Nobel Peace Prize, being nominated 5 times and not being awarded because of the Pax Britannica situation. And India, he was leading the India freedom struggle in the fight. So what is the Mr. Modi talking about? Nobody knows. Because it's all acting. That is what the Prime Minister is doing. And so therefore, he's, I don't know which world or which surreal world he's living in. ആയിരത്തി 1982 റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി സിനിമ ഇറങ്ങിയത്. ലോകത്തെ ഒട്ടേറെ പ്രേക്ഷകർ ആ സിനിമ കണ്ടു. കാരണം അവരെല്ലാം ഗാന്ധിയെ സ്നേഹിച്ചിരുന്നു. ഗാന്ധി സിനിമ ഇറങ്ങുന്നതിനും എത്രയോ കാലം മുമ്പ് ലോകം ഗാന്ധി ആരാണെന്ന് അറിഞ്ഞിരുന്നു. ഗാന്ധിയുടെ വാക്കും പ്രവൃത്തിയും സമരമാർഗവും ലോകവ്യാപകമായി ജനാധിപത്യ മുന്നേറ്റങ്ങൾക്ക് ആവേശമായിരുന്നു. मुझे बताइए, दुनिया में महात्मा गांधी एक बहुत बड़े महान आत्मा थे। क्या इस 75 साल में हमारी जिम्मेवारी नहीं थी क्या कि पूरी दुनिया महात्मा गांधी को जाने? कोई नहीं जानता, माफ करना मुझे। पहली बार जब गांधी फिल्म बनी तब दुनिया में क्यूरियोसिटी हुई, अच्छा ये क्या कौन है?